അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവർ, സമസ്ത വാർഷിക പരീക്ഷ നാളെ 27-ന് തുടങ്ങുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് 4-ലെ ഫിഖ്ഹിലെ കുറച്ച് ചോദ്യോത്തരങ്ങൾ നമുക്ക് പരിചയപ്പെടാം. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ആദ്യ പ്രവർത്തനം യോജിപ്പിക്കാം എന്നുള്ളതാണ്. ഇവിടെ വലതുഭാഗത്ത് കാണുന്ന വരിയുമായിട്ട് ഈ കോളത്തിൽ എഴുതിയിട്ടുള്ള വാക്കുകൾ ഓരോന്നും യോജിപ്പിക്കാം. 1. ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ്. ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് ഏതാണ്? ജുമുഅ നിസ്കാരമാണ് ഏറ്റവും ശ്രേഷ്ഠമായത് ഇബാദത്ത്. 2. റവാത്തിബിനേക്കാൾ ശ്രേഷ്ഠമായ സുന്നത്ത് നിസ്കാരം. റവാത്തിബ് നിസ്കാരത്തേക്കാൾ ശ്രേഷ്ഠമായ നിസ്കാരമാണ് സ്വലാത്തുൽ വിത്ർ നിസ്കാരം. 3. സുജൂദിൽ മൂക്ക് നിലത്ത് വെക്കൽ. നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ 7 അവയവം നിർബന്ധമായും നിലത്ത് വെച്ചിരിക്കണം. അതിൽ നമ്മൾ വെക്കുന്ന മറ്റൊരു അവയവമാണ് മൂക്ക്. അത് നിലത്ത് വെക്കുന്നത് എന്താണ്? അത് സുന്നത്താണ്. വെച്ചിട്ടില്ലെങ്കിലും നിസ്കാരം ശരിയാകും, സുന്നത്തിൻ്റെ കൂലി ലഭിക്കും. 4. ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ. ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യം ഈ കോളത്തിലുണ്ട്. ഏതാണത്? അതാണ് ത്വവാഫ്. ഓക്കെ. 5. ശൗചം ചെയ്യൽ ഹറാമായ വസ്തു. മനോഹരം ചെയ്യൽ ഹറാമായ വസ്തു ഏതാണ്? അത് എല്ല്. കാരണം അത് ജിന്നുകളുടെ ഭക്ഷണമാണ്. അപ്പോൾ എല്ല് കൊണ്ട് എന്ത് ചെയ്യരുത്? ശൗചം ചെയ്യരുത്. 6. അവസാനത്തെ അത്തഹിയാത്തിലെ ഇരുത്തം. അവസാനത്തെ അത്തഹിയാത്തിലെ ഇരുത്തത്തിന് പറയുന്നൊരു പേരുണ്ട്. ഏതാണ്? തവർറുക്ക് കേട്ടോ. അവസാനത്തെ അത്തഹിയാത്തല്ലാത്ത മറ്റു നിസ്കാരത്തിലെ ഏത് ഇരുത്താണെങ്കിലും അത് ഇഫ്തിറാഷിൻ്റെ ഇരുത്താണ്. എന്നാൽ അവസാനത്തെ അത്തഹിയാത്ത് മാത്രം അത് തവർറുക്കിൻ്റെ ഇരുത്തമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി പരീക്ഷ എഴുതുമ്പോൾ ഇതിൽ കറക്റ്റായിട്ട് കിട്ടണില്ല, സംശയം വരിക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റത്തെയാണ് കിട്ടിയത്, അപ്പം നിങ്ങൾ അത് എഴുതുക. സെക്കൻഡത്തെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല, കിട്ടണില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, അത് അപ്പം എഴുതണ്ട. പിന്നെ എന്ത് ചെയ്താൽ മതി? 3-ാമത്തെ ചോദ്യത്തിലേക്ക് പോവുക. അതിന് ശരി ഉത്തരം കിട്ടുകയാണെങ്കിൽ അത് എഴുതി കൊടുക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് 4 കിട്ടണില്ല, എന്നാൽ 4 എഴുതണ്ട, ലാസ്റ്റ് നമുക്ക് എഴുതിയെടുക്കുക. പിന്നെ 5 നോക്കുക, പിന്നെ 6 നോക്കുക. അങ്ങനെ ഓരോ ചോദ്യത്തിനും കിട്ടുന്ന ഉത്തരം മാത്രം എടുത്ത് എഴുതുക. ഇല്ലാത്തത് നമുക്ക് അവസാനം എന്ത് ചെയ്യുക, ബാക്കിയുള്ളത് ഏകദേശം യോജിപ്പിച്ചു വരുന്നത് മനസ്സിലാക്കിയിട്ട് എഴുതി കൊടുക്കുക. അങ്ങനെ ചെയ്യാം. ഒന്നും അറിയാത്ത വിദ്യാർത്ഥികൾക്ക് അങ്ങനെ ചെയ്യാം. കൺഫ്യൂഷനൊക്കെ വരികയാണെങ്കിൽ ഈ രീതിയിൽ ചെയ്താൽ പരീക്ഷ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യുക, എഴുതിയെടുക്കാം. മറിച്ച് നമ്മൾ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം തന്നെ നോക്കിയിരുന്ന് ടൈം കളയരുത്, കുറേ സമയം ഇരുന്ന് കളയരുത്. അറിയുന്ന ഉത്തരം ഫസ്റ്റ് എഴുതി ചോദ്യപേപ്പർ മുഴുവനായിട്ടും എല്ലാ പ്രവർത്തനവും ഇതുപോലെ തന്നെ അറിയുന്ന ഉത്തരങ്ങൾ എഴുതിയെടുക്കുക. അറിയാത്തത് നമുക്ക് ലാസ്റ്റ് എന്ത് ചെയ്യുക, അറിഞ്ഞതൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് അറിയാത്തത് മുഴുവനും ഓരോ ചോദ്യങ്ങളും നമുക്ക് എന്ത് ചെയ്യുക, എഴുതിക്കൊണ്ടുവരാം. ആ രീതിയാണ് പരീക്ഷയിൽ നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അത്രയും സമയം വേസ്റ്റാകും, കുറേ ആലോചിച്ചിരുന്ന് സമയം കളയും. ഇനി അടുത്ത പ്രവർത്തനമാണ് പൂർത്തിയാക്കാം എന്നുള്ള പ്രവർത്തനം. വരി പൂർത്തിയാക്കി കൊടുക്കുക. 1-ാമത്തെ വരി ഇതാണ്: ജുമുഅ ദിവസങ്ങളുടെ ഡാഷ്. അവിടെ വിട്ടുപോയിട്ടുണ്ട്, ആ വിട്ടുപോയത് എഴുതി കൊടുക്കണം. എന്താണ്? നേതാവാകുന്നു കേട്ടോ, അതാണ് എഴുതി കൊടുക്കേണ്ടത്. 2. ജമാഅത്തിൻ്റെ പ്രതിഫലം ലഭിക്കാൻ ഇമാമിൻ്റെ സലാമിൻ്റെ അല്പം മുമ്പെങ്കിലും ഡാഷ്. എന്താണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത്? ജമാഅത്തിൻ്റെ പ്രതിഫലം ലഭിക്കാൻ ഇമാമിൻ്റെ സലാമിന് അല്പം മുമ്പെങ്കിലും തുടരണം എന്നാണ് കേട്ടോ. 3. ഫർള് നിസ്കാരങ്ങളോട് അനുബന്ധിച്ചുള്ള സുന്നത്ത് നിസ്കാരങ്ങളാണ് ഡാഷ്. അതിന് പറയുന്ന പേരെന്താ നിങ്ങൾക്ക് അറിയുണ്ടാവും, റവാത്തിബ്. ഇനി അടുത്തത് 4. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ 3-ാമത്തെ ചോദ്യം ഉണ്ടല്ലോ, ആ റവാത്തിബ് നിസ്കാരത്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ റവാത്തിബ് എത്ര റക്അത്തുകളാണ്? അതിൽ ശക്തിയായ സുന്നത്തുള്ള 10 റക്അത്തുകളുണ്ട്. അത് ഏതൊക്കെയാണ്? അതുപോലെ തന്നെ മൊത്തം ഓരോ നിസ്കാരത്തിന് ശേഷമുള്ളതും പ്രത്യേകം പഠിക്കുക. ചിലപ്പോൾ കോളം തന്നെ തരാം പൂരിപ്പിക്കാൻ.
ഇനി 4, കുനിയൽ മറ്റു ഉദ്ദേശത്തിന് ആവാതിരിക്കൽ എന്താണ്? നിർബന്ധമാണ്. ഫറളാണ് അല്ലെങ്കിൽ എഴുതാം, നിർബന്ധമാണ് അല്ലെങ്കിൽ വാജിബാണ് എന്നൊക്കെ എഴുതാം കേട്ടോ. 5, ബിസ്മി ഫാത്തിഹയിൽ പെട്ടതാണോ? അല്ലേ? ആണ്. ബിസ്മി ഫാത്തിഹയിൽ പെട്ടതാണ്. ഓക്കെ. ഇനി 3-ാമത്തെ പ്രവർത്തനമാണ് എഴുതാനുള്ളത്. വിധി എഴുതാം എന്നുള്ള പ്രവർത്തനമാണ്. ഓരോ വരിയും വായിച്ചിട്ട് ആ ചോദ്യത്തിൻ്റെ വിധി എന്താണെന്ന് മനസ്സിലാക്കി എഴുതുക. 1, കാരണമില്ലാതെ വലതു കൈകൊണ്ട് ശൗചം ചെയ്യൽ എന്താണ് വിധി? അത് കറാഹത്താണ്. കാരണമില്ലാതെ വലതു കൈകൊണ്ട് ശൗചം ചെയ്യൽ കറാഹത്താണെന്ന് അത് നമുക്ക് 13-ാമത്തെ പേജിൽ കാണാൻ കഴിയും കേട്ടോ, ലാസ്റ്റ് ഭാഗത്ത്, പാഠത്തിൻ്റെ ലാസ്റ്റ് ഭാഗത്ത്. പിന്നെ അതുപോലെ 2, വുളൂഇൽ മുഖം കഴുകൽ. വുളൂ നമുക്കറിയാം, വുളൂ ചെയ്യാനൊക്കെ അതിൽ ഫറലുകളും അറിയാം. അതിൽ മുഖം കഴുകുക എന്നത് എന്താണ്? ഫറലാണ്. 2-ാമത്തെ ഫറൽ അതാണ് വരുന്നത്. 1 നീയത്താണ്. വുളൂവിൻ്റെ അതായത് മുഖം കഴുകുന്നതിന് മുമ്പ് വെക്കുന്ന ഫറലായ നീയത്ത്. 2-ാമത്തേത് ഫറലാണെന്ത്? മുഖം കഴുകൽ. ഓക്കെ. അപ്പോൾ ഫറൽ എന്ന് എഴുതി കൊടുക്കട്ടോ. ഓക്കെ. ഇനി അടുത്തത് 3, കുളിയുടെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലൽ. കുളിയുടെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലുക എന്നത് സുന്നത്താണ്. ഇനി 4, നിസ്കാരത്തിൽ ആദ്യത്തെ സലാം വീട്ടൽ. നിസ്കാരത്തിൽ 2 സലാമുണ്ട്. അതിൽ ആദ്യത്തെ സലാം വീട്ടൽ എന്താണ്? അത് ഫറലാണ് കേട്ടോ, ഫറലാണ്. അവിടെ ഫറല് എന്ന് എഴുതി കൊടുക്കണം കേട്ടോ. പിന്നെ 2-ാം സലാം വീട്ടലപ്പോൾ അത് സുന്നത്താണ് കേട്ടോ. 2-ാം സലാം വീട്ടുക എന്നത് സുന്നത്തും ആദ്യത്തെ സലാം വീട്ടുക എന്നത് ഫറലുമാണ്, മാറിപ്പോവരുത്. ഇനി 5, ഹൈള് കാരി നോമ്പ് നോൽക്കൽ. അതിൻ്റെ വിധി എന്താണ്? ഹറാമാണ് അല്ലേ? ഹറാമാണ് നോമ്പ് നോൽക്കൽ. ആര്? ഹൈളു കാരിയും നിഫാസുകാരിയും ഒക്കെ നോമ്പ് നോൽക്കൽ ഹറാമാണ്. ഇനി അടുത്ത പ്രവർത്തനമാണ് ഉത്തരം എഴുതാം എന്നുള്ള ഈ പ്രവർത്തനം. അതിലൊന്നാമത്തെ ചോദ്യം, ജുമുഅയുടെ സമയം ഏതാണ്? ജുമുഅ നിർവഹിക്കേണ്ട സമയം എപ്പോഴാണ്? അതേതാണ്? ളുഹറിൻ്റെ സമയത്താണ് അല്ലേ? സാധാരണ നമ്മൾ ളുഹറിൻ്റെ സമയത്താണ് ജുമുഅ നിർവഹിക്കാറ്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ജുമുഅ നിർവഹിക്കുന്നത് ളുഹറിൻ്റെ സമയത്താണ്. ജുമുഅ ഇല്ലാത്ത ദിവസം നമ്മളത് ളുഹറിൻ്റെ സമയത്ത് തന്നെയല്ലേ ഏകദേശമായിട്ട് വരുന്നത് അല്ലേ? അതുതന്നെയാണ് കറക്റ്റ് സമയം, അതുതന്നെയാണ്. ഇനി 2, തുമഇനീനത്ത് വേണ്ടത് എവിടെയെല്ലാം? നമുക്ക് നിസ്കാരത്തിൽ തുമഇനീനത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ ഭാഗത്തും തുമഇനീനത്ത് എന്ത് വേണം? അനക്കം മടങ്ങൽ നിർബന്ധമാണ്. അപ്പോൾ ഏതൊക്കെ ഭാഗത്താണത്? 1, റുക്കൂഅ്, ഇഅ്തിദാല്, സുജൂദ്, സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തം എന്നിവയിൽ എന്ത് ചെയ്യണം? അനക്കം മടങ്ങണം. അതായത് തുമഇനീനത്ത് വേണം. ഈ തുമഇനീനത്തിൻ്റെ അർത്ഥം തന്നെയാണ് എന്ത്? അനക്കം അടങ്ങൽ എന്നിട്ടോ. അത് മനസ്സിലാക്കി വെക്കുക. 3, മലർന്നു കിടന്ന് നിസ്കരിക്കുന്നവൻ ഖിബിലക്ക് മുന്നിടണം. എന്തുകൊണ്ട്? മലർന്നു കിടന്ന് നിസ്കരിക്കുകയാണെങ്കിൽ അയാൾ ഖിബിലക്ക് മുന്നിടേണ്ടത് എന്തുകൊണ്ടാണ്? നെഞ്ചുകൊണ്ടാണോ, തല കൊണ്ടാണോ, കാലുകൊണ്ടാണോ? അതേതാണ്? മലർന്നു കിടന്ന് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ അവിടെ മുഖം കൊണ്ടും അതുപോലെ തന്നെ ഉള്ളംകാല് കൊണ്ടുമാണ് ഖിബിലയിലേക്ക് മുന്നിടേണ്ടത്. മനസ്സിലായില്ലേ? കാലിൻ്റെ ഉള്ളംകാല് പറഞ്ഞാൽ കാലിൻ്റെ അടിഭാഗം അത് ഖിബിലയിലേക്കാകണം. അതുപോലെ തന്നെ മുഖവും. മലർന്നു കിടന്ന് നിസ്കരിക്കുന്ന ആളല്ലേ? ഓക്കെ. അപ്പോൾ തല ഖിബിലയിലേക്കാകാൻ വേണ്ടിയിട്ട് തലയുടെ താഴെ തലയണ പോലെയുള്ള വക്കൽ നിർബന്ധമാണ്. ഇനി അപ്പോൾ എന്ത് ചെയ്താൽ മതി? മുഖം കൊണ്ടും അതുപോലെ കാൽ പാദം കൊണ്ടും. ഓക്കെ, അത്ര മതി. ഉള്ളംകാൽ അല്ലെങ്കിൽ കാലിൻ്റെ അടിഭാഗം എന്നൊക്കെ പറയാം. 4, ലഹരി ദ്രാവകങ്ങൾ എങ്ങനെ ശുദ്ധിയാകും? എങ്ങനെയാണ്? സ്വയം സുർക്കയാവൽ കൊണ്ടാണ് ശുദ്ധിയാവുന്നത്. ഇനി 5-ാമത്തെ ചോദ്യം ഇതാണ്. നിസ്കാരത്തിൽ തുടരൽ കറാഹത്തുള്ളവർ ആരെല്ലാം? നമ്മൾ നിസ്കാരത്തിൽ ഇമാമാക്കൽ കറാഹത്തുള്ള ആളുകൾ. 1, മുബത്തദഅണ്, അതായത് പുത്തൻവാദി, അവന് തുടരൽ കറാഹത്താണ്. മറ്റൊന്ന് ഫാസിഖ്, തെമ്മാടി, അതായത് ദുർനടപ്പുകാരൻ, മോശമായ പ്രവർത്തികൾ ചെയ്യുന്ന ആൾ, അവരെ തുടരലും കറാഹത്താണ്. അപ്പോൾ 2 മനസ്സിലാക്കി വെക്കുക. ചിലപ്പോൾ 2 വീതം ഉദാഹരണം എഴുതാം എന്നുള്ള പ്രവർത്തനത്തിലും ഈ ഉള്ള ചോദ്യങ്ങൾ വരാറുണ്ട് കേട്ടോ.
ഇനി അടുത്ത പ്രവർത്തനമാണ് 2 വീതം എഴുതാം എന്നുള്ള പ്രവർത്തനം. ഒരു ചോദ്യം തന്നിട്ട് അതിന് ഈ 2 ഉദാഹരണം എഴുതണം. ഒന്നാമത്തേതാണ് പ്രധാന സുന്നത്ത് നിസ്കാരങ്ങൾ. പ്രധാനമായ സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. 42-ാമത്തെ പേജിൽ ലാസ്റ്റ് ഭാഗത്ത് പറയുന്നുണ്ട്. അതിൽ 2 പെരുന്നാൾ നിസ്കാരങ്ങൾ വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഗ്രഹണ നിസ്കാരം, 2 ഗ്രഹണ നിസ്കാരമുണ്ട്. അതുപോലെ തഹജ്ജുദ് നിസ്കാരം, തറാവീഹ് നിസ്കാരം, ളുഹ നിസ്കാരം, തഹിയ്യത്ത് നിസ്കാരം. ഇതൊക്കെ പ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങളിൽ പെട്ടതാണ്. ഇനി 2 ഫാത്തിഹയിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിസ്കാരത്തിൻ്റെ ഫർളുകളൊക്കെ പറയുമ്പോൾ ഫാത്തിഹ ഓതുമ്പോൾ സൂക്ഷിക്കേണ്ട കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ നിന്ന് 2 എഴുതാനാണ് ഇവിടെ പറയുന്നത്. നമ്മൾ പഠിക്കുമ്പോൾ മുഴുവനായിട്ടും പഠിച്ചു വെക്കുന്നത് നല്ലത്. കാരണം ചിലപ്പോൾ മുഴുവനായിട്ടും ചോദിക്കാം. ഫാത്തിഹയിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചാൽ മുഴുവനായിട്ടും എഴുതി വെക്കേണ്ടി വരും. അപ്പോൾ അത് ഷദ്ദുകൾ സൂക്ഷിക്കണം, മദ്ദുകൾ സൂക്ഷിക്കണം, ഹറഫുകൾ സൂക്ഷിക്കണം, മഖ്റജുകൾ, തർത്തീബ്, മുവാലാത്ത്, ഇതൊക്കെ സൂക്ഷിച്ച് ഓതേണ്ട കാര്യങ്ങളാണ്, ചെയ്യേണ്ട കാര്യങ്ങളാണ്. 2 വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ. വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ ഏതൊക്കെയാണ്? അത് 6-ാമത്തെ പാഠത്തിലാണ് പറയുന്നത്. വലിയ അശുദ്ധിയുടെ കാരണങ്ങളൊന്നാണ് മനി പുറപ്പെടുക, അതുപോലെ തന്നെ ലിംഗത്തിൻ്റെ അഗ്രഭാഗം ഫർജിൽ കടക്കുക, മറ്റൊന്ന് ഹൈള് രക്തം മുറിയുക, മറ്റൊന്ന് നിഫാസ് അതായത് പ്രസവ രക്തം മുറിയുക, മറ്റൊന്ന് പ്രസവിക്കുക. ഇതൊക്കെയാണ് വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ. ഇനി മുഗല്ലലായ നജിസുകൾ. ഏതൊക്കെയാണ് മുഗല്ലലായ നജിസുകൾ? ഒന്ന് നായ, മറ്റൊന്ന് പന്നി, ഇവയിൽ നിന്ന് ജന്മം കൊണ്ടവ. ഇനി അടുത്ത പ്രവർത്തനമാണ് വ്യക്തമാക്കാമെന്നുള്ളത്. 1 മുഖഫഫ്. എന്തിനാണ് മുഖഫഫ് എന്ന് പറയാം? 2 വയസ്സ് തികയാത്ത, പാലല്ലാത്ത, ഒന്നും കഴിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് ലഘുവായ, അതായത് മുഖഫഫായ നജിസ്. ഈ മുഖഫഫിൻ്റെ അർത്ഥം പഠിച്ചു വെക്കുക, ലഘുവായ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. 2 എഴുത്തിദാൽ. എന്തിനാണ് എഴുത്തിദാൽ എന്ന് പറയാം? റുക്കുവിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് മടങ്ങലാണ് എഴുത്തിദാൽ. 3 തയമ്മും. മുഖത്തും നിയത്തോടുകൂടി മുഖത്തും 2 കൈകളിലും തൊഹൂറായ മണ്ണ് ഉപയോഗിക്കലാണ് തയമ്മും. നിയത്തോടുകൂടി മുഖത്തും 2 കൈകളിലും തൊഹൂറായ മണ്ണ് ഉപയോഗിക്കലാണ് തയമ്മും. ഇനി അവസാന പ്രവർത്തനം നോക്കാം. പട്ടിക പൂർത്തിയാക്കാം. വിത്തർ ചുരുങ്ങിയത് എത്ര റക്അത്താണ്? ചുരുങ്ങിയ 1 റക്അത്താണ്. ഇനി വിത്തർ കൂടിയത് എത്ര റക്അത്താ? 11 റക്അത്ത്. 3 പൂർണ്ണതയിൽ ചുരുങ്ങിയത് 3 റക്അത്താണ് നിസ്കരിക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് 4-ലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.